ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേവം. തീർത്ഥീകരം തീർത്ഥപദഃപ്രദർശകം പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. വെയ്യായി തണിയായി യമാനനാം വിമല പൊയ് ആയിനെയെല്ലാം പൊയ് അകലവന്ത് അരുളി மெய் ஞானம் ஆகி மிளிர்க்கின்ற மெய்ச்சுடரே எஞ்ஞானம் இல்லாதேன் இன்பப் பெருமானே. அஞ்ஞானம் தன்னை அகல்விக்கும் நல்லறிவே. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകം ശിവപുരാണം ആണ് നമ്മൾ പരമ്പരയായിട്ട് വിചാരം ചെയ്തു വരണത്. ചിലർക്ക് ഇത് ജീവിതത്തിൻ്റെ ഭാഗമായി എന്നൊക്കെ പറയുന്നുണ്ട്. സത്സംഗത്തിൻ്റെ ലക്ഷ്യം ശാന്തിയാണ്. ആ ശാന്തിയെ തേടണവർക്ക് സത്സംഗം ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഈശ്വരനാമം ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അതിൻ്റെ ഫലം ആയിട്ടുള്ള ശാന്തി സ്വരൂപനായിട്ടുള്ള ഭഗവാനെ നിത്യനിരന്തരം ഹൃദയത്തിലും മാറാതിരിക്കും. ഇമൈപ്പൊഴുതും എൻ നെഞ്ചിൽ നീങ്കാതാൻ താഴ്വാഴുക. ഒരു നൊടി നേരം കൂടെയും എൻ്റെ നെഞ്ചിൽ നിന്നും ഭഗവാന്റെ സ്വരൂപം, ഭഗവാന്റെ ആ ശാന്തി അനുഭൂതി വിടാതിരിക്കണം. അതിന് ഫലം സത്സംഗമാണ്. സത്സംഗത്തിലൂടെ നമ്മൾ ത്രയി എന്ന് പറയും. ത്രയി എന്ന് പറഞ്ഞാൽ ശ്രോതവ്യ, മന്തവ്യ, നിദിധ്യാസിതവ്യ. സത്സംഗത്തിലൂടെ ശ്രവണം ചെയ്യാം. ഭഗവത് കഥകളും ഭഗവത് നാമങ്ങളും ശ്രവണം ചെയ്യുക. ഗളന്തി ശംഭോത്വച്ചരിത സരിതഃ കിൽഭിഷരജോ. ആ ഭഗവത് നാമമാകുന്ന ഒഴുക്കിൽ, ആ സരസ്സിൽ പെട്ട് നമ്മൾ വീണ ശുദ്ധമാവും. നമ്മുടെ മനസ്സ് ശുദ്ധമാവും, ശരീരം ശുദ്ധമാവും. അല്ലേ? ഉള്ളിലിരിക്കണ പരമേശ്വരനാണ്, ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ഭാവത്തിൽ കൂടെ ആഹാരശുദ്ധി. ആഹാരശുദ്ധിയിലൂടെയാണ് നമുക്ക് സത്വശുദ്ധി വരണത്, സാത്വികമായ ഭാവം വരണത്. അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറലാണ്. അഭ്യാസേന തു കൗന്തേയ എന്ന് പറയുന്നത്. അർജുനനോട് പോലും ഭഗവാൻ ഉപദേശിച്ചത് അഭ്യാസത്തിലൂടെ, നിത്യനിരന്തരമായിട്ടുള്ള അഭ്യാസം. എന്തായിരിക്കണം അഭ്യാസം എന്ന് പറഞ്ഞാൽ ഭഗവത് നാമ ശ്രവണം, മനനം. മനനമാണ് അഭ്യാസം. മന്തവ്യ, മനനം. ഈ അഭ്യാസത്തിലൂടെ നീ എന്ത് നേടണു? വൈരാഗ്യം നേടണു, ജ്ഞാനത്തെ സമ്പാദിക്കണു, സത്യത്തെ അറിയണു. അതിനെയാണ് നിദിധ്യാസിതവ്യ. സത്യമാണ് നിധി. ഏറ്റവും വലിയ നിധി എന്താന്ന് വെച്ചാൽ സത്യം. ആ സത്യസാക്ഷാത്കാരമാണ് ഏറ്റവും വലിയ നിധി. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം സത്യമാണ്. ആ സത്യമോ തൻ്റെ സ്വരൂപമായിട്ട് തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണു. തന്നെ തന്നെയാണ് താൻ തേടണത്. മനനത്തിലൂടെ, ശ്രവണത്തിലൂടെ, നിധിധ്യാസനത്തിലൂടെ താൻ ആര്, തൻ്റെ സ്വരൂപം എന്തെന്നറിയണു ഒരു ജീവൻ.
അവിടെ എന്തുണ്ടെന്ന് വെച്ചാൽ പൂർണ്ണ തൃപ്തിയുണ്ട്. ഇല്ലാതെ ഞാൻ എന്നെ അറിഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ അറിയുമ്പോഴേ എനിക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. മറ്റെന്തൊക്കെ അന്യത് പശ്യത്തി, അന്യത് ശൃണോതി, അന്യത് വിജാനാതി, അന്യത്തിനെ അറിയുമ്പോൾ, അന്യത്തിനെ കാണുമ്പോൾ, അന്യത്തിനെ കേൾക്കുമ്പോൾ എനിക്ക് ശാന്തിയേ ഇല്ല. ഉള്ള ഒരു സമസ്ഥിതി കൂടെ മാറിപ്പോണു അല്ലേ? ശാന്തിയുടെ ധാമം കൂടെ പോയി പോണു. വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗസ്റ്റ് വരണമെന്ന് പറഞ്ഞാൽ കൂടെ ശാന്തി പോയി. എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കണം, ഇത് വേണം ഇത് വേണം, അവർക്കൊരു കുറവ് വരരുത്, ഇങ്ങനെ ടെൻസ്ഡ് ആയിക്കൊണ്ടിരിക്കണം അല്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടെ വീട്ടിൽ സന്ദർശിക്കാൻ വരണത് കൂടെ നമുക്ക് അശാന്തിക്ക് കാരണമാണ്. ന അന്യത് പശ്യതി, ന അന്യത് ശൃണോതി, ന അന്യത് വിജാനാതി. ഒരാൾ അന്യത്തിനെ കുറിച്ച് അറിയാതിരിക്കുക, അന്യത്തിനെ കുറിച്ച് കേൾക്കാതിരിക്കുക, അന്യത്തിനെ കുറിച്ച് കാണാതിരുന്നാൽ അവന് ശാന്തി നിലകളയാതിരിക്കും. എന്ന് വെച്ചാൽ അന്യം എന്നൊന്നില്ല. അന്യം എന്നൊന്നുള്ളത് മിഥ്യയാണ്, മായയാണ്. എപ്പോ ആ മായ മാറും? ഞാൻ അനന്യമാണ്. ഞാൻ തേടണ പൊരുൾ അനന്യമായി എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണ സ്വരൂപത്തെയാണ് ഞാൻ തേടണത്. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യവിധീയത്തെ. എൻ്റെ സ്വരൂപത്തെയാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. ആ സ്വരൂപത്തിലേക്ക് നമ്മൾ ദീകുല്യാ സരണിഷു പതന്തി വിജയതാം. ആ സത്യബോധം മാത്രം എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ധീയിൽ തെളിഞ്ഞു നിന്നാൽ, ഒരു തടാകം പോലെ ഭഗവത് നാമം എൻ്റെ ബുദ്ധിയിൽ തന്നെ നിന്നാൽ, ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം. അത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സംസാര ഭ്രമണ പരിതാപോപശമനം, ഈ സംസാര ചക്രത്തിൽ നിന്നും നമ്മളെ കരകയറ്റും. ആ സംസാര ചക്രത്തിൽ നിന്നും നമ്മളെ കരകയറ്റാനുള്ളൊരു മെഡിസിനാണ് ഈ സത്സംഗം എന്ന് പറയുന്നത്, ഭഗവത് നാമം എന്ന് പറയുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന് നാമം ഭേഷകം ഭിഷക്. മരുന്നും ഡോക്ടറും ഭഗവാൻ തന്നെ, വൈദ്യവും ഭഗവാൻ. ശ്രീരുദ്രത്തിൽ പോയി പറഞ്ഞു വിശ്വാഹഭേഷചി, വിശ്വത്തിന് മുഴുവൻ നിറഞ്ഞിരിക്കണം മരുന്നാണെന്ന് പറഞ്ഞു. രമണ മഹർഷി പൈത്യമരുന്നായി പാരൊളിരരുണാചലം ഉരുപരമേ. പൈത്യത്തിൻ്റെ, നമുക്ക് എല്ലാവർക്കും ബാധിച്ചിരിക്കണം അസുഖം എന്താന്ന് വെച്ചാൽ പൈത്യം എന്ന് വെച്ചാൽ ഇല്ലാത്തത് കാണല് അല്ലേ? വട്ടെന്ന് പറഞ്ഞാൽ ഉള്ളതിനെ കാണലല്ല, ഇല്ലാത്തതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന. കുതിര നിൽക്കുന്നു ഇവിടെ, എൻ്റെ രഥം വെളിയിലുണ്ട്. ചിലരൊക്കെ പ്രജകൾക്കൊക്കെ ഭ്രാന്തായി ഞാൻ രാജാവ് എന്നുള്ളൊരു ഭാവം വരും. അപ്പോൾ പറയും എൻ്റെ രഥം എന്താ ഇവിടെ നിൽക്കുന്നു, ആ രഥം എടുത്തോണ്ടൊരു നോക്കിയാൽ ഒരു BSA സൈക്കിളായിരിക്കും അല്ലേ? അവിടെ രഥമൊന്നുമില്ല, പക്ഷേ ഹീസ് തിങ്കിങ് ദർ ഇസ് ദാറ്റ് ചാരിയോട്ട് അല്ലേ? ആ രഥം അവിടെ ഉണ്ട് എന്ന് ഇയാൾ ചിന്തിക്കണം. ഇയാളുടെ ചിന്തയിൽ വരണ പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെയാണ് പൈത്യം എന്ന് പറയണത്, വട്ട് എന്ന് പറയണത്. ഈ വട്ടിനുള്ള മരുന്ന് എന്താന്ന് വെച്ചാൽ ഈ ഭഗവത് നാമം. നന്ദനാർ സ്വാമി നിനക്ക് ഭ്രാന്താണ് എന്ന് യജമാനൻ പറഞ്ഞ സമയത്ത് യജമാനൻ്റെ അടുത്ത് പറയാണ്, ഈ പൈത്യം പിത്തം തെളിയ മരുന്നുണ്ടിരിക്കുന്നത്. ഈ പൈത്യം മാറാൻ വേണ്ടിയിട്ട്, ഈ വട്ട് മാറാൻ ഒരേ ഒരു മരുന്നേ ഉള്ളൂ. എവിടെ? ചിദംബരത്തിൽ. പേരിൻപരൻപുള്ളേ. എൻ്റെ ആ ചിദംബര ക്ഷേത്രത്തിൽ അകത്ത് ഇൻപസ്ഥാനമായിരിക്കണ ഭഗവാനുണ്ടല്ലോ, ചിത്തംബരേശനുണ്ടല്ലോ, അദ്ദേഹമാണ് ഈ വട്ടിനുള്ള മരുന്ന്. ഈ വട്ടിൻ്റെ മരുന്നാണ് അല്ലേ? നമുക്കെല്ലാം ബാധിച്ചിരിക്കണ ഈ ഭ്രാന്തിൻ്റെ മരുന്ന്. കാരണം നമ്മൾ കാണുന്നതെല്ലാം ഭ്രാന്തനാണ് അല്ലേ? നമ്മൾ ചിലരെ വിചാരിക്കില്ലേ, ഒരു സത്സംഗത്തിലിരുന്ന് ശ്രവണം ചെയ്ത് ജപം ചെയ്ത് ഈ ധ്യാനം ചെയ്ത് പോണ ആൾ ഇന്നലെ വരെ അവനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, എന്തൊന്നോ കുഴപ്പം വന്നു എന്ന് ആളുകൾ പറയില്ലേ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലക്ഷണം. നമ്മൾ അധ്യാത്മ സാധനയുടെ ഒരു ട്രാക്കിലായി എന്നുള്ള ലക്ഷണം അല്ലേ? നല്ല പോലെ ഇരിക്കണം, നല്ല ചൈതന്യമുണ്ട് എന്നൊക്കെ പറയണത് നമ്മളെ ഡൈവേർട്ട് ചെയ്യണോ ഈ ട്രാക്കിൽ നിന്ന്? അല്ല, നമ്മൾ എവിടെയോ ഡൈവേർട്ടായി പോയി എന്നർത്ഥം. എപ്പോഴാണോ ഒരാൾ നമ്മളെ പറയുകയാണ് ഇയാൾക്ക് ഭ്രാന്തായി, അവൻ്റെ സമനില തെറ്റി എന്നൊക്കെ ആര് പറയണോ, നല്ല സന്തോഷത്തോടെ ഇരുന്നോളുക, നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. കാരണം
അല്ലെ? ഒരു ഭ്രാന്താശുപത്രിയിൽ പോയി നമ്മൾ ദർശിക്കാൻ പോയാൽ അവരുടെ കണ്ണിൽ അബ്നോർമൽ നമ്മളാണ്, അല്ലേ? നമ്മുടെ കണ്ണിൽ അവരെല്ലാം അബ്നോർമൽ, പക്ഷെ അവരൊരു മെജോറിറ്റി ആണ്, അല്ലേ? ഹിയർ മെജോറിറ്റി ഈസ് സേയിങ് നമുക്കൊക്കെ ഭ്രാന്താണ്. കാരണം എന്താ? മെജോറിറ്റിക്ക് ഭ്രാന്ത് പിടിച്ചു. അവിടെ മൈനോറിറ്റി ആയിട്ട് ഒരു ഈശ്വര ഭജനം ചെയ്തു പോണ ആളെ കണ്ട ഭ്രാന്തൻ എന്ന് തോന്നും. കാരണം എന്താ? നോർമാലിറ്റി, ദേ ആർ തിങ്കിങ് ദാറ്റ് ഫ്രം ദെയർ സൈഡ്, അല്ലേ? അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് അബ്നോർമൽ പോലെ തോന്നും. വാസ്തവത്തിൽ ഭക്തന്മാരോ സാധകരോ അനുഭവിക്കുന്നത് ശാശ്വതമായ ആ പരിഹാരത്തിൻ്റെ ശാന്തിയാണ്. എങ്ങനെ കിട്ടി എന്ന് വെച്ചാൽ സത്സംഗത്തിലൂടെ കിട്ടി. സത്സംഗത്തിൽ എന്തു പറയണു? സത്തിനെ കുറിച്ച് പറയണു, സത്യത്തിനെ കുറിച്ച് പറയണു. ആ സത്യം ആരാന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, അത് ആത്മാവാണ്, ആത്മാവിൻ്റെ ലക്ഷണം സത്യം. അപ്പൊ സത്യദർശനമുണ്ടായ കാണുന്നതൊക്കെ സത്യം, അല്ലേ? ഒരാൾ സത്യസന്ധനാണെങ്കിൽ അവന് കാണുന്നതൊക്കെ സത്യമായി മാറും. സത്യത്തിനെ മാത്രം ദർശിക്കണവന് കാണപ്പെടുന്ന ജഗത്തു മുഴുവൻ, അല്ലേ? തമൈവൈക്കം ജാനത ആത്മാനം, കാണുന്നത് മുഴുവൻ സത്യമാണ്. അന്യാവാച വിമുഞ്ചത, അന്യത്തിനെ കുറിച്ച് കേൾക്കാതെ കാണുന്നതെല്ലാം സത്യം. ഇവിടെ അന്യത്തിൽ ഒന്നുമേ ഇല്ലാന്ന് ബോധത്തോടു കൂടിയിരുന്ന് അമൃതസ്യ യേശ സേതു, ഇതൊരു ഉപാസനാക്രമം. അമൃതത്വത്തിലേക്ക് ഉള്ള ഒരു സേതു എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജാണ്. എങ്ങനെ? ഇതെല്ലാം ഈശ്വരനാണെന്ന് കാണണം. ആ സാധനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെയ്യായി തണിയായി യമാനനാം വിമല, പൊയ് ആയിനെയെല്ലാം പൊയ് അകലവന്ത് അരുളി, അല്ലേ? സ്വപ്നം നമ്മൾ കാണുമ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അറിഞ്ഞാൽ നമുക്ക് ഭയമേ വരില്ല, അല്ലേ? സത്യത്തെ അറിഞ്ഞ് എന്തെങ്കിലും ദർശിച്ചാൽ അത് സത്യമല്ല എന്ന് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ കാണാം, അല്ലേ? സ്വപ്നം നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ കാണാം. എന്തുകൊണ്ട് സ്വപ്നം പോലും നമ്മളെ വേട്ടയാടുന്നു എന്ന് വെച്ചാൽ വി ആർ നോട്ട് കൺസിഡറിങ് ദാറ്റ് ആസ് എൻ്റർടൈൻമെൻറ്റ്. കാരണം എന്താ? സത്യബോധമില്ല, ഇത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയില്ല. അതുപോലെ ഈ ജഗത്ത് എന്ന് പറയുന്നത് ഒരു സ്വപ്നം. രമണ മഹർഷി എപ്പോഴും പറയണത് ഈ ജാഗ്രത ഒരു സ്വപ്നമാണ്. ദി സ്റ്റേറ്റ് ഈസ് എ ഡ്രീം സ്റ്റേറ്റ്. ആ ഡ്രീമിൽ നിന്ന് നമ്മൾ ഉണരല് സത്യത്തെ അറിയലാണ്. സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെടുന്നതെല്ലാം സത്യം. അതുകൊണ്ട് വെയ്യായി തണിയായി യമാനനായി വിമല, ഭഗവാനാണ് ഈ വെയിലായിട്ട് വരണത്, തണലായിട്ട് വരണത്, തണുപ്പായിട്ട് വരണത്, ശീതമായിട്ട് വരണത്, ഉഷ്ണമായിട്ട് വരണത്, ദുഃഖമായിട്ട് വരണത്, സന്തോഷമായിട്ട് വരണത്, സന്താപമായിട്ട് വരണത്, എല്ലാം ഭഗവാൻ തന്നെയാണ്. എല്ലാത്തിനെയും ഭഗവത് പ്രസാദമായിട്ട് നമ്മൾ കരുതിയാൽ, അല്ലെ? ഭഗവാന്റെ ശിവപ്രസാദമായിട്ട് കരുതിയാൽ, ശിവപ്രസാദം എന്നൊക്കെ നമ്മൾ പേര് വയ്ക്കണു ആൾക്കാർക്കല്ല. എന്തു പ്രസാദം, അല്ലേ? പ്രസാദം ഇതാണ്. എന്താണോ നമുക്ക് കിട്ടണത്, എന്താണോ നമുക്ക് വന്നു ചേരണത്, അതെല്ലാം ഭഗവത് പ്രസാദമാണെന്ന് കരുതിയ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആര് നമ്മളെ ഹർട്ട് ചെയ്യണോ, എന്തുകൊണ്ട് നമുക്ക് ദുഃഖം? നത്വം ശോചിതും അർഹസി, അല്ലേ? ലോകത്തിൽ നീ തേടുന്ന പരിഹാരം ലോകത്തിൽ ആർക്കും ഈ ശരീരം വെച്ച പരിഹാരമില്ല, അല്ലേ? ദേവന്മാർ കൂടെ അവതരിച്ച് അസ്തമിച്ചു പോയി. ദേവന്മാർക്ക് പോലും ദുഃഖമുണ്ടായി, അല്ലേ? ശ്രീരാമനൊക്കെ ദുഃഖമുണ്ടായി. നമ്മൾ ഒരുപാട് രാമായണം വായിക്കുമ്പോൾ പറയും ശ്രീരാമൻ മാത്രം കരച്ചിൽ, നോൺ സ്റ്റോപ്പ് കരച്ചിൽ, അല്ലെ? രാമൻ ഉപദേശിക്കണു, ജാമ്പവാൻ ഉപദേശിക്കണു, സുഗ്രീവൻ ഉപദേശിക്കണു, ഹനുമാൻ സ്വാമി ഉപദേശിക്കണു. നോക്കൂ, അവർക്കെല്ലാം ഈശ്വരൻ ശ്രീരാമനാണ്. പക്ഷെ ശ്രീരാമനോ നോൺ സ്റ്റോപ്പ് ക്രൈം, ബിക്കോസ് ഭവസാഗരം, ഈ സംസാര സാഗരത്തിൽ താപമുണ്ട് എന്ന് ഈശ്വരനെ വന്ന് അഭിനയിച്ച ഒരു സിനിമ റിലീസ് ചെയ്ത് കാണിച്ചു തരണം. പക്ഷെ നമുക്കോ, അല്ലേ, നമുക്കത് ദുഃഖിച്ച് മതിയായില്ല. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, അനുഭവം വരണില്ലല്ലോ ഭഗവാനെ, തത്വമെല്ലാം അറിഞ്ഞിട്ടും ഈ അനുഭവം വരണില്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ദുഃഖിച്ചു പോരല്ലേ, നീ ദുഃഖിച്ചു മതിയായില്ല എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ദുഃഖത്തിൻ്റെ ശോകസ്യഹന്ത്രിഹി, എപ്പോൾ ഈ ശോകത്തിന് ഒരു അവസാനമുണ്ടോ അപ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ സത്യം അറിഞ്ഞിരിക്കണത്, വാസ്തവത്തിൽ നമ്മുടെ സ്വരൂപത്തെ നമ്മൾ അറിയണത്. അതിനെ അറിഞ്ഞാൽ കാണണതെല്ലാം ഈശ്വരൻ, അജ്ഞാനം പാടെ ഇല്ലാതായിപ്പോകും. അജ്ഞാനം
പാടേ ഇല്ലാതായി പോവും. പൊയ് ആയിനെ എല്ലാം അകലവന്ത് അരുളി മെയ് ജ്ഞാനം. നോക്കൂ, ഭഗവാനെ മെയ് ജ്ഞാനം എന്ന് വിളിച്ചു. സത്യമായ ജ്ഞാനം, സത്യം ജ്ഞാനം, ആത്മാവിൻ്റെ ലക്ഷണം. എന്താ മെയ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ പൊയ് ജ്ഞാനമുണ്ട്. എന്താ പൊയ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്നും അന്യമായിട്ട് ഒരു സിംഗിൾ എക്സ്റ്റേണൽ നോളജ് ഈസ് ഹാംഫുൾ ടു അസ്. അല്ലേ, ചില എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചാൽ ഇറ്റ് ഈസ് ഹാംഫുൾ ടു ഹെൽത്ത് എന്നൊക്കെ പറയും അല്ലേ, ഇറ്റ് ഈസ് ഹാംഫുൾ. അതുപോലെ ഒരു ഹാംഫുൾ സത്സംഗത്തിൽ പോണവർ മനസ്സിലാക്കേണ്ട ഒരു ഹാംഫുൾനെസ് എന്താന്ന് വെച്ചാൽ അന്യത്തിനെ കാണല്, വേറെ വസ്തുക്കളെ കാണരുത്. അന്യത്ത് പശ്യതി അല്ലേ. ഏതെങ്കിലും ഒരു ടൂർ പോയാൽ ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇതിലേക്കാളും അന്യം അല്ലേ, അത് എന്നെങ്കിലും തീരുമോ എന്ന് പറഞ്ഞാൽ ജഗത് മിഥ്യ, മായ കാണിച്ചു കൊണ്ടേയിരിക്കും, അത് തീരെയില്ല. അപ്പം മെയ് ജ്ഞാനം കണ്ടാ തൃപ്തിയുണ്ട്. അതുകൊണ്ട് വേറെ ഒന്നും അവിടെ ദർശനം അല്ല, അത് ഇതിനപ്പുറത്തൊന്നുമില്ല അല്ലേ. ഓങ്കാര പൊരുൾ ഒപ്പ് ഉയർവില്ലോയ് ഉണൈ യാരറിവാർ അരുണാചല. അറിയാൻ ഒരു പൊരുളായിട്ട് ഭഗവാനില്ല. ഭഗവാന്റെ സ്വരൂപം എന്താ? അറിവേ സ്വരൂപം. ദാറ്റ് ഈസ് മെയ് ജ്ഞാനം. ഉണ്മയായിട്ടുള്ള ജ്ഞാനം, സത്യമായിട്ടുള്ള ജ്ഞാനം. പൊയ് ജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ, നീ, അര, പുലി, നിതം കളിമയമായി നിன்றிடும் என்றனை അരുണാചല. നീ, ഞാൻ, അര, നീയും ഞാനും എന്നുള്ളൊരു ഒരു അടിയുണ്ടല്ലോ, ദാറ്റ് ഈസ് പൊയ് ജ്ഞാനം. നീ എന്ന് പറഞ്ഞൊരു വസ്തു ഇന്ന ഡിഗ്നിറ്റി, ഞാൻ എന്ന് പറഞ്ഞൊരു വസ്തുവിന് ഇന്ന ഡിഗ്നിറ്റി, ഇതാണ് പൊയ് ജ്ഞാനം. നീ, ഞാൻ വേറെ വേറെ അല്ല. എൻ്റെ സ്വരൂപം ശിവമാണ്, ആനന്ദമാണ്, ശാന്തമാണ്, ആത്മാവാണ്, ബ്രഹ്മമാണ് എന്ന് ആര് മനസ്സിലാക്കണോ, ആര് അനുഭവിക്കണോ, ആ അനുഭവത്തിനെയാണ് മെയ് ജ്ഞാനം എന്ന് പറയണത്. അതെങ്ങനെ തെളിയും? ആ ജ്ഞാനം എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മിളിർക്കിன்ற മെയ്ച്ചുടരേ, അത് സ്വയമേവ വിളങ്ങും, സ്വയം പ്രകാശിതമായിട്ട് വിളക്കും അല്ലേ. ഏതൊരു വസ്തുവിനെ കൂടെയും പ്രകാശിപ്പിക്കാൻ കഴിവുള്ള വസ്തുവാണത്. ഏതൊരു പൊരുളിനെ കൂടെയും ഇത് പ്രകാശിപ്പിക്കും അല്ലേ. മറ്റത് സ്വയം പ്രകാശിതമേ അല്ല, ഇതില്ലാതെ അതിന് പ്രകാശമേ ഇല്ല അല്ലേ. വെളിയിലൊരു വെളിച്ചത്തിനെ കാണണമെങ്കിൽ കൂടെയും അന്തർവെളിച്ചം വേണം, തൻ്റെ ഉള്ളിലെ ആത്മജ്യോതി വേണം. ആ ജ്യോതി ഇല്ലാതെ വെളിയിൽ ഒരു ജ്യോതി കൂടെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ മെയ് ജ്ഞാനം ആക്കി മിളിക്കിன்றേ മെയ്ച്ചുടരേ. മെയ് ജ്ഞാനം എന്ന് വെച്ചാൽ തൻ്റെ സ്വരൂപത്തിൻ്റെ ജ്ഞാനം, അത് സ്വയമേവ വിളങ്ങിയാൽ എജ്ഞാനമില്ലാതെ ഇൻപപ്പെരുമാനേ. അപ്പോഴാണ് നമ്മുടെ തേടലിനൊരു അവസാനം. ആ തേടലിൻ്റെ അവസാനം ശാന്തി അല്ലേ. ചില സ്കൂളിൽ കുട്ടികളൊക്കെ പഠിക്കാൻ പോകണമെന്ന് വെച്ചാൽ എന്തിനു പഠിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് 2 മാസം വെക്കേഷൻ കിട്ടും. 2 മാസം വെക്കേഷന് വേണ്ടിയിട്ട് പഠിക്കാൻ പോകണം അല്ലേ. കുട്ടികൾക്കൊക്കെ ആദ്യമേ ജോലി ഒന്നുമില്ല, ചിന്തയില്ല, വെക്കേഷൻ കിട്ടിയാൽ കളിക്കുക. ഇപ്പോൾ വി ആർ ഇൻജക്റ്റിങ്. കൊച്ചുനാളിലെ ഡോക്ടർ, എൻജിനീയർ എന്നൊക്കെ പറഞ്ഞ് ആവശ്യമാണ്, വരും. ഇതെല്ലാം ഇൻജക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായോ? ഭഗവത് നാമമൊക്കെ അങ്ങ് ദൂരെ, ഭഗവത് ഭക്തിയൊക്കെ കുറച്ച് ദൂരെ അങ്ങോട്ട് മാറ്റി വെച്ചോളാം അല്ലേ. ഒരു ലളിതാ സഹസ്രനാമം കുട്ടി എടുത്താൽ കൂടെ മാറ്റി വെച്ചിട്ട് ഗോ ആൻഡ് സ്റ്റഡി എന്ന് പറയും. അത് 60 വയസ്സിന് ശേഷം, അധ്യാത്മമൊക്കെ എത്രയോ വയസ്സിന് ശേഷം മതി എന്ന് പറയും അല്ലേ. ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ, മരണം വരണ സമയത്ത് ദിസ് ഈസ് നോട്ട് ദ ടൈം ടു ഡെത്ത്, മരണത്തിൻ്റെ ടൈമല്ല, പോയിട്ട് ഒരു 60 ഇയേഴ്സ് കഴിഞ്ഞ് വരുമെന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഇല്ലേ. സഡൻലി വി ആർ അല്ലേ ലിവിങ് ദ ബോഡി അല്ലേ, വിട്ടിട്ട് പോണു. അതുപോലെ എപ്പോൾ നമുക്ക് ഈശ്വര ധ്യാനം വരണോ അതിനൊരു ടൈമൊന്നുമില്ല, എപ്പോൾ വന്നോ അപ്പോൾ വി ഹാവ് ടു സറണ്ടർ. ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് സറണ്ടർ ആവണം. എപ്പോൾ സറണ്ടർ വരും എന്ന് പറഞ്ഞാൽ ഇൻപം, വലിയ ഒരു ആനന്ദം. ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത്. ആനന്ദമാണ് ബ്രഹ്മം. ബ്രഹ്മത്തെ അറിഞ്ഞ് അതിൻ്റെ ആനന്ദത്തിനെ ഉണ്ടാൽ അഖണ്ഡാകാര ശിവഭോഗം എൻറും തേൻ പൊങ്കി തതുമ്പി പൂരണമായി കിടക്കുത്. അയ്യോ
ആ പൂർണ്ണതയെ എപ്പോൾ മനസ്സിലാക്കണോ, ആ തേൻ്റെ ഇൻപം, ആ മാധുര്യം എപ്പോൾ മനസ്സിലാവണമോ, അപ്പോൾ അജ്ഞാനം തന്നെ അകൽവിക്കും നല്ലറിവേ. ആ അറിവ് നമ്മുടെ അജ്ഞാനത്തിന് മുഴുവൻ, ഇന്നലെ വരെ നമ്മൾ അലട്ടിക്കൊണ്ടിരുന്ന അല്ലെ, ഒരു സ്വപ്നം നമ്മൾ അലട്ടിക്കൊണ്ടിരുന്നു, ഉണർന്നപ്പോൾ ആ സെക്കൻഡിൽ സ്വപ്നം പോയതുപോലെ ഈ അജ്ഞാനത്തിൽ നിന്നും നമ്മൾ കരകയറി. അജ്ഞാനാന്തർ ഗഹനപതിതാം ആത്മവിദ്യോപദേശേ ത്രാതും ലോകാൻ ഭവതഃ ശിഖ താപപാപച്യമാനാൻ. അജ്ഞാനത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സദ്ഗ്രന്ഥം പോലും ഇരിക്കുന്നത്. സദ്ഗ്രന്ഥം കൂടെ അജ്ഞാന താപത്തിൽ നിന്നും നമ്മളെ ആ ജ്ഞാനമാകുന്ന ശീതളതയിലേക്ക്, നല്ല അറിവിലേക്ക്, നല്ല അറിവ്. മഹർഷി അക്ഷരമണമാലയിൽ തന്നെ പറഞ്ഞു, പുല്ലറിവ് നല്ലറിവ്. ഒന്ന് പുല്ലറിവ് എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിൻ്റെ അറിവ്, അല്ലെ, ഒരു പുല്ല്, ഒരു തൃണം. നമ്മുടെ ജീവിതമാകുന്ന അറിവ് മുഴുവൻ, കരിയർ എന്ന് പറഞ്ഞ് നമ്മൾ അറിയണത് മുഴുവൻ വെറും പുല്ലറിവ്. ഭഗവാന്റെ മുമ്പിൽ വെറും പുല്ലറിവ്. നല്ല അറിവ് എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയണം. അതുകൊണ്ടാണ് ഭഗവാനെ തന്നെ ഇവിടെ മാണിക്യവാചകർ സ്വാമി നല്ല അറിവേ എന്ന് പറഞ്ഞത്. നല്ല അറിവ്, ഏറ്റവും പുണ്യമായ അറിവ്, ശുദ്ധമായ അറിവ് ഏതെന്ന് വെച്ചാൽ ഭഗവാനെ അറിയലാണ്. ആ ഭഗവാനോ അന്യമായിട്ടൊരു പൊരുളേ അല്ല, അനന്യമായ ഒരു പൊരുൾ. അനന്യാൻ ചിന്തയന്തോമ. എന്നെ അല്ലാതെ വേറൊരു ചിന്ത വയ്ക്കാതിരുന്നാൽ തേ ജനാഹ പരിയുപാസത്തെ, അങ്ങനെ തന്നെ നീ ഉപാസിച്ചോളൂ. എന്നെ മാത്രം ഉപാസിച്ചോളൂ, എന്നെ ഹൃദയത്തിൽ ഉപാസിച്ചോളൂ, ഹൃദയത്തിൽ ഭജിച്ചുകൊള്ളൂ. തേഷാം നിത്യാഭിയുക്തായാം യോഗക്ഷേമം വഹാമ്യഹം. അത് നിത്യനിരന്തരമായിട്ട് നീ ആ ഉപാസനയിലിരുന്നാൽ, നീ എന്നെ തന്നെ അറിഞ്ഞാൽ, ഞാൻ വേറെയല്ല നീ വേറെയല്ല എന്നുള്ളൊരു ഭാവത്തിൽ നീ നിത്യനിരന്തരം ഇരുന്നാൽ യോഗക്ഷേമം വഹാമ്യഹം. നിനക്ക് യോഗക്ഷേമം, അല്ലേ? നീ എന്തിനാണോ ആഗ്രഹിക്കണത്, അല്ലെ, എന്തിൻ്റെ പിന്നാലെയാണോ നീ ഓടിയത്, അത് നിന്റെ മുന്നിൽ തന്നെ മാനിഫെസ്റ്റ് ആവും. യോഗക്ഷേമം, ദാറ്റ് ഈസ് നല്ലറിവ്. നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെ പുല്ലറിവ്, ദാറ്റ് ഈസ് മായ. കേനോപനിഷത്തിൽ ഒരു പുല്ലിനെ എടുത്തിട്ട് ബ്രഹ്മം വെച്ചിട്ട്, നീ അഗ്നിയല്ലേ, ഇതിനെ ദഹിപ്പിക്കൂ എന്ന് പറഞ്ഞു. നീ എന്തു വേണം ദഹിപ്പിക്കുമല്ലോ, നീ വലുതൊന്നും ദഹിപ്പിക്കണ്ട, നീതാ നീ ലങ്കയൊന്നും ദഹിപ്പിക്കണ്ട, ഒരു പുല്ലിനെ ദഹിപ്പിക്കൂ എന്ന് പറഞ്ഞു. പറ്റിയതേ ഇല്ല അഗ്നിക്ക്. തല താഴ്ത്തിപ്പോവേണ്ടി വന്നു. വായു വന്നു, അല്ലേ, എല്ലാത്തിനെയും അടിച്ച് ദൂരെ കളയാനുള്ള ശക്തിയുള്ള വായു, എല്ലാത്തിനെയും പിഴിഞ്ഞ്, അല്ലെ, ഉണക്കണത് ആയിട്ടുള്ള ആ വായു വന്നു. വായുവിൻ്റെ അടുത്തതായി ഒരു പുല്ലിനെ കാണിച്ചു കൊടുത്തു. പുല്ലിനെ അനക്കാൻ കൂടെ പറ്റിയില്ല. എന്താ വെച്ചാൽ പുല്ലറിവ്. അതുകൊണ്ട് നമുക്ക് വാസ്തവത്തിൽ നോ യൂസ്, അല്ലേ? ഈ സ്വപ്നത്തിൽ ഏതൊക്കെയോ സ്വർണം കിട്ടിയെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യൂസ്ഫുൾ ഓൺലി ഫോർ സ്വപ്ന. സ്വപ്നത്തിൽ മാത്രമേ അത് യൂസ്ഫുൾ ഉള്ളൂ. സ്വപ്നത്തിൽ ഞാൻ വലിയൊരു പണക്കാരനാണെങ്കിൽ ആ യൂസ് സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ദർ ഇസ് നോ യൂസ് ഓഫ് ദാറ്റ് മണി, ബിക്കോസ് ദാറ്റ് മണി ഈസ് നോട്ട് അറ്റ് ഓൾ ദെയർ. അവിടെ ആ പൈസ അവിടെ ഇല്ല. ഇല്ലാത്ത പൈസയാണ് ഭാവന ചെയ്ത് നമ്മൾ സ്വപ്നത്തിലൂടെ വ്യവഹാരം ചെയ്തത്, അല്ലേ? അപ്പോൾ ഇവിടെ അതില്ല, അതിനെ കൊണ്ട് ഒരു യൂസും ഇല്ല. അതുകൊണ്ട് ഈ ഇഹലോകത്തിൽ നിങ്ങൾ എന്തൊക്കെ സമ്പാദിക്കണോ, എന്തൊക്കെ അന്യമായിട്ട് നേടണോ, അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകുന്നല്ലാതെ അതുകൊണ്ട് നോ യൂസ്. അതുകൊണ്ട് നല്ല അറിവ്, യൂസുള്ള എന്തെങ്കിലും എടുക്കണമല്ലോ. ദാറ്റ് ഈസ് ഭഗവാന്റെ ആ അനുഭവം, ഭഗവത് അനുഭവം. ആ ഭഗവത് അനുഭവത്തിനെ നമ്മൾ ഉള്ളിൽ നിത്യനിരന്തരം അനുസന്ധാനം ചെയ്ത് നിധിധ്യാസനം ചെയ്താൽ ആ അജ്ഞാനമായി നിന്ന പൊരുളെല്ലാം പോയി. അറിവില്ലാത്തവൻ ഒരു മുദ്ര തനിയെ പോവും, അറിവേ സ്വരൂപമായിട്ട് നിൽക്കും. അതാണ് ഈ പാട്ടിൻ്റെ അർത്ഥം. തുടർന്ന് നമുക്ക് നാളെ കാണാം.